ചേലക്കരയിലെ തോൽവിയെ തുടർന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജിവെച്ചു. PM അനീഷാണ് രാജിക്കത്ത് കൈമാറിയത്. KPCC DCC നേതൃത്വങ്ങൾക്ക് രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. സൂരജ് സജി ഒരിക്കൽ കൂടി ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇത് KPCC നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ള രാജിയാണോ അതോ സ്വമേധയാ അനീഷ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അങ്ങ് രാജി സമർപ്പിക്കുകയായിരുന്നോ? തൃശ്ശൂരിനെ സംബന്ധിച്ച് അവിടെ ഒരു DCC പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നില്ലല്ലോ. DCCക്ക് ഒരു അധ്യക്ഷനൊന്നും പൂർണ്ണാർത്ഥത്തിൽ ഇല്ലല്ലോ ഇപ്പോൾ. വിജയകുമാർ, തൃശൂർ DCC സംബന്ധിച്ച് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അമ്പെ തകർന്നിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ചേലക്കരയിലെ ബ്ലോക്ക് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള ഈ അനീഷ് കൂടി രാജിയിലേക്ക് പോയിരിക്കുന്നത്. അനീഷ് പറയുന്നത് വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് രാജി എന്നുള്ളതാണ്. അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ചേലക്കരയിൽ സാക്ഷ്യം വഹിച്ചത്. കാരണം എണ്ണയിട്ട യന്ത്രം പോലെ ചേലക്കരയിൽ ഉടനീളം കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇതിനുശേഷം അതിൽ കാര്യമായ ഒരു ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതാണ് തന്റെ രാജിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അനീഷുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അതിന്റെ നിരാശ അനീഷിൽ പ്രകടമായിരുന്നു. അതേ തുടർന്ന് വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് രാജിവെച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അതിനപ്പുറത്തേക്ക് സംഘടനാ സംവിധാനങ്ങളുടെ നടത്തിപ്പിൽ ചില വീഴ്ചകളുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് ഈ നേതൃത്വത്തിന്റെ പല ഇടപെടലുകളോടും ചെറിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അതുകൂടി ഈ രാജിയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ബ്ലോക്ക് പ്രസിഡന്റ് കൂടി രാജിവെച്ചത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കെ പടിവാതിൽക്കൽ എത്തി നിൽക്കുക അത് വലിയ തിരിച്ചടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയകുമാർ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ചേലക്കര പോലൊരു ബ്ലോക്ക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാജിവെച്ചത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള കത്ത് ഇമെയിൽ മുഖാന്തരം KPCC നേതൃത്വത്തിനും അതിന്റെ വിവരം DCC നേതൃത്വത്തെ അടക്കം അറിയിച്ചെങ്കിൽ പോലും ഇതുവരെയും അത് സംബന്ധിച്ചൊരു മറുപടിക്കോ അല്ലെങ്കിൽ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ രാജി പിൻവലിക്കുന്ന അടക്കമുള്ള നടപടിയിലേക്കോ കടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒടുവിലത്തെ വിവരം. അങ്ങനെയെങ്കിൽ ഈ ഒരു രാജി നൽകിയിട്ട് പോലും എന്തുകൊണ്ട് നേതൃത്വം അതിൽ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇമെയിൽ മുഖാന്തരം ഈ അനീഷ് ഇത് സംബന്ധിച്ചുള്ള രാജി കൈമാറിയത്. ഇദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ ആവർത്തിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിയിലുണ്ടായ നിരാശയാണ് ഈ രാജിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വിജയകുമാർ. ചേലക്കരയിലെ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു PM അനീഷ്. ഈ നേതൃത്വത്തോടൊക്കെ ചെറിയ അതൃപ്തി അനീഷിനുണ്ട് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹം രാജി കത്ത് കൈമാറിയിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ടും നേതൃത്വത്തിൽ നിന്നൊരു പ്രതികരണമോ മറുപടിയോ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമില്ല. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.